Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. മാം ഡാൻസ് നന്നായിരുന്നു. എന്താണ്? ഡാൻസ് നന്നായിട്ടുണ്ട് പറയാ. ശരി ഓക്കെ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. ഡാൻസ് കളിക്കുന്നത് നിർബന്ധമാണ്, അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓക്കെ ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. സൂപ്പർ ആയിരുന്നു ഡാൻസ് സൂപ്പർ ആയിരുന്നു മാം. ഡാൻസ് അടിപൊളിയായിരുന്നു. ശരി, താങ്ക് യു. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ, മെഡിക്കൽ ടെർമിനോളജി. 15ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, അല്ലേ? ഓക്കെ, മെഡിക്കൽ ടെർമിനോളജി. അപ്പൊ എല്ലാവരും പേന കയ്യിലുണ്ടാവണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും പേന ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കുകൾ പറയുമ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, തുടങ്ങല്ലേ? ഓക്കെ, ഫർസാന, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ നമുക്ക് നോക്കാം മെഡിക്കൽ ടെർമിനോളജി. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ. ഓക്കെ, ഞാനൊന്ന് ഓൺ മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ എന്നാണ് എന്തറിയപ്പെടുന്നത്? മെഡിക്കൽ ടെർമിനോളജി അറിയപ്പെടുന്നത്, അല്ലെ? ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷകളിൽ നിന്നുമാണ് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, ഈ ഒരു ലാംഗ്വേജ് സാധാരണ ആർക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തുന്നത്? അതായത് മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ഇടയിൽ അവർക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ലാംഗ്വേജ്, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ ഒരിക്കലും ഒരു ഡോക്ടർ പേഷ്യന്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല. അത് മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അത് ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഹ്യൂമൻ അനാട്ടമി, അല്ലെ? അതുപോലെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകള്, ഓക്കെ, അതുപോലെ പ്രോസസ്സുകള്, പിന്നെന്താണ് ഡിസീസസുകള്, സിംറ്റംസുകള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സർട്ടൈൻ ടേംസ്, അതാണ് മെഡിക്കൽ ടേംസ് കേട്ടോ, മെഡിക്കൽ ടേംസ്. അപ്പോ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ഓക്കെ, മെഡിക്കൽ ടെർമിനോളജി പഠിക്കണമെങ്കിൽ അതെങ്ങനെ, ഏത് രീതിയിൽ പഠിക്കണം എന്ന് വെച്ചാൽ അതിന്റെ കമ്പോണൻസുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി, ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ originated from Greek and Latin. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ എന്നാണ് ഇത് നമ്മൾ അറിയപ്പെടുന്നത്, മെഡിക്കൽ ടെർമിനോളജിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടേംസിൽ നിന്നാണ് കേട്ടോ. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് അവിടെ പറയുന്നുണ്ട്? Medical terminology is employed in international language and it is also essential to communicate with the other medical workers. ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി മറ്റുള്ള മെഡിക്കൽ വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തുന്നത്. അത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.
ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ലാംഗ്വേജ് അതുപോലെ നമ്മൾ ഫോറിൻ കൺട്രീസിലായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് സെയിം ആയിരിക്കും അല്ലെ. മെഡിക്കൽ ലാംഗ്വേജ് ഇപ്പോഴും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലെ. അതുകൊണ്ടാണ് അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ അതൊരു ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിനെ കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് മെഡിക്കൽ ടെർമിനോളജി ഈസ് the language used to specifically describe the human body, elements, methods, circumstances, etc. കണ്ടോ? അപ്പൊ മെഡിക്കൽ ടെർമിനോളജി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹ്യൂമൻ ബോഡിയെ പറ്റിയിട്ട്, നമ്മുടെ ഹ്യൂമൻ അനാട്ടമിയെ പറ്റി പഠിക്കാൻ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇലമെന്റ്സുകള് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്ന പല രീതിയിലുള്ള പ്രൊസീജിയറുകള് അല്ലെങ്കിൽ അസുഖങ്ങള്, അതിന്റെ എന്താ പറയുക ലക്ഷണങ്ങള്, അതുപോലെ സർജറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള എല്ലാ സർക്കംസ്റ്റൻസസുകളും റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആൻഡ് വേർഡ്സ്, that is called medical terminology. Okay, ഇനി നോക്കൂ, understanding terminology requires words down into their separate components of prefix, suffix and root word and having a solid practical knowledge of those functions. അപ്പൊ നമ്മള് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് നമ്മൾ അതിനെ പഠിക്കുന്നത് അതിന് പല പല കമ്പോണന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ ടെർമിനോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട 4 കമ്പോണന്റുകൾ, ഈ കമ്പോണന്റുകൾ ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ ലാംഗ്വേജ് പഠിക്കാനായിട്ട്. അതാണ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ് ആ 4 കമ്പോണന്റുകൾ എന്ന് നിങ്ങൾ നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രിഫിക്സ് ആണ്, ഒന്നാമത്തത് പ്രിഫിക്സ് ആണ്, രണ്ടാമത്തത് സഫിക്സ്. ഓക്കെ, തേർഡ് വൺ എന്താണ്? വേർഡ് റൂട്ട് ആണ് കേട്ടോ. വേർഡ് റൂട്ട് അല്ലെങ്കിൽ നമുക്ക് റൂട്ട് വേർഡ് എന്നൊക്കെ പറയാം. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞു പോകുന്നത് കമ്പൈനിങ് എ വവൽ. എന്താണ് കമ്പൈനിങ് എ വവൽ? അത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഇടയിൽ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു വിഭാഗമാണ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. അബ്രീവിയേഷൻസ് എന്താണ്? ചുരുക്കെഴുത്തുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മെഡിക്കൽ ടെർമിനോളജിനെ നമ്മൾ അതിന്റെ കമ്പോണന്റുകളാക്കി തിരിക്കുകയാണ്. 4 കമ്പോണന്റുകളാണുള്ളത്. 1 പ്രിഫിക്സ്, 2 സഫിക്സ്, 3 ടേം ആണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ടിനെയാണ്, തുടക്കഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രിഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് സ്റ്റെക്ക് ആവുന്നുണ്ടോ? സ്റ്റെക്ക് ആവുന്നുണ്ടല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ ആണ് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ പ്രിഫിക്സ് ആണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ പ്രിഫിക്സ് എന്ന് പറയുന്നത് ബിഗിനിങ് പാർട്ട് ആണ് കേട്ടോ. ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി പ്രിഫിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമ്മൾ ആ ബിഗിനിങ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ടോ? എ ഹൈഫൺ, എ ബി ഹൈഫൺ, എ ഡി, കണ്ടോ? എ എൻ, എ എൻ എ, അങ്ങനെ ഒരു ഹൈഫൺ പോലെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ് ആ ഹൈഫൺ റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാമോ? അതായത് പ്രിഫിക്സ് എന്ന് പറയുന്നത് ബിഗിനിങ് പാർട്ടാണ്. അപ്പൊ അതിനെ തുടർന്ന് ആ ഒരു ടേമിനകത്ത് ബാക്കിയുള്ള ആളുകൾ അതിനെ ഫോളോ ചെയ്ത് മറ്റുള്ള ടേംസുകൾ വരാനുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ അവിടെ ഹൈഫൺ ഇട്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി പറഞ്ഞത്? അതായത് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്
മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ടാണ്, അതായത് തുടക്ക ഭാഗമാണ് കേട്ടോ. അപ്പോ ആ ഒരു ടേം കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് ആ ഒരു ടേമിനകത്ത് മറ്റുള്ള വാക്കുകൾ വരാനുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിഫിക്സ് എഴുതിയിട്ട് നമ്മൾ ഹൈഫൺ ഇടുന്നത്. അതുകൊണ്ടാണ് പ്രിഫിക്സിനെ തുടർന്ന് ബാക്കിയുള്ള ടേംസുകൾ അതിനെ ഫോളോ ചെയ്ത് വരാനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫിക്സ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഹൈഫൺ അവിടെ ഇടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? മനസ്സിലായോ? പക്ഷേ നമ്മളത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. അല്ലാതെ നമ്മൾ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഹൈഫണുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇടുന്നില്ല. നമ്മളിപ്പോ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ പ്രിഫിക്സ് നമ്മൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഹൈഫൺ നമ്മൾ ഇടാറുണ്ട്. എക്സാമ്പിൾ ഏതാണ്? നമ്മൾ പ്രിഫിക്സുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എ ഹൈഫൺ കണ്ടോ, എ ബി, അതുപോലെ നമുക്ക് എ ഡി, എ എൻ കണ്ടോ. ഈ ഒരു ഹൈഫൺ വേറൊന്നും അല്ല, ഇത് തുടക്ക ഭാഗമാണല്ലോ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ബാക്കിയുള്ള ടേംസുകൾ വരാനുണ്ട്, അതിനെ ഫോളോ ചെയ്ത് ബാക്കിയുള്ള ടേംസുകൾ വരാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ അതൊരു ഹൈഫൺ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പ്രിഫിക്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ. എന്താണ്? എൻഡിങ് പാർട്ട് ഓഫ് ദി മെഡിക്കൽ ടേം. ഒരു മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്തിനെയാണ് നമ്മുടെ സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സഫിക്സ് എങ്ങനെയാ സൂചിപ്പിക്കാൻ അറിയോ? ഓക്കെ, ഇനി നമ്മൾ പ്രിഫിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ സഫിക്സ് പഠിക്കുന്നത്. സഫിക്സ് എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്തത് നോക്കി. അവിടെ മുന്നിലായിരിക്കും ഹൈഫൺ ഇടുന്നത് കണ്ടോ. മുന്നിൽ ഒരു ഹൈഫൺ ഇട്ടിട്ടാണ് നമ്മൾ സഫിക്സ് ചെയ്യുന്നത്. കാരണം എന്താണ്? സഫിക്സ് എന്ന് പറയുന്നത് എൻഡിങ് പാർട്ടാണ്, അവസാന ഭാഗമാണ് അല്ലെ. അപ്പൊ അതിന് മുന്നിലായിട്ട് മറ്റു പല ടേംസുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഹൈഫൺ എഴുതിയിരിക്കുന്നത്. ആ പറയുന്ന ടേംസുകളെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് അവസാന കാലത്തായിട്ട് എൻഡിങ് പാർട്ടായിട്ടുള്ള ആ ഒരു സഫിക്സ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അതിന് മുന്നിലായിട്ടായിരിക്കും ഉണ്ടാവാം ഹൈഫൺ ഇടുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് എന്ത് സഫിക്സ് എന്ന് പറയുന്നത്. എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? സഫിക്സ് ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്, അഥവാ വേർഡ് റൂട്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പ്രിഫിക്സ് ബിഗിനിങ് പാർട്ട് ആണ്, സഫിക്സ് എൻഡിങ് പാർട്ട് ആണ്. എന്നതുപോലെ കോമൺ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് അഥവാ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ്. ആ ഒരു മെഡിക്കൽ ടേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ചീഫ് പാർട്ടാണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ടിനെയാണ്, എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് വേർഡ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളൊരു കാര്യം കൂടെ അവിടെ സൂചിപ്പിച്ചിരുന്നു. എന്താണത്? വവ്വൽ എന്നാണ് പറയുന്നത് അല്ലെ, കമ്പൈനിങ് എ വവ്വൽ. വവ്വൽ ലെറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. ഏതൊക്കെയാണ് വവ്വൽ ലെറ്റേഴ്സ് ഇംഗ്ലീഷിലെ? എ, ഇ, ഐ, ഒ, യു. ഇത്രയുമാണ് എന്ത് വവ്വൽ ലെറ്റേഴ്സ് ആയിട്ട് വരുന്നത് അല്ലെ. ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു അല്ലെ. അങ്ങനെ അതാണ് വവ്വൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സാധാരണയായിട്ട് ഈ കോമൺ റൂട്ട് വേർഡിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു വവ്വല് നമ്മൾ അതിന്റെ കൂടെ കമ്പൈൻ ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒന്നുകിൽ ഈ പറയുന്ന സഫിക്സിനെയും കോമൺ റൂട്ട് വേർഡിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു റൂട്ട് വേർഡിനെ മറ്റൊരു റൂട്ട് വേർഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വവ്വല് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മിക്കവാറും ഒരു 99% മെഡിക്കൽ ടേംസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓ എന്ന വവ്വലാണ് സാധാരണയായിട്ട് കമ്പൈൻ ചെയ്യാറുള്ളത്. പക്ഷെ അപൂർവമായിട്ടെങ്കിലും എ വരാറുണ്ട്, ഐ വരാറുണ്ട്, ഇ ഒക്കെ കമ്പൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയുമാണ് 4 കമ്പോണന്റുകൾ നമുക്ക് അവിടെ മനസ്സിലാക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വായിച്ചു പറയാം. പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേമിന്റെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് പാർട്ട് അഥവാ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ദാറ്റ് ഈസ് കോൾഡ് റൂട്ട് വേർഡ്. ഓക്കെ, സ്ട്രെസ് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ.
ഓക്കെ, ഇത് ഇടയ്ക്ക് നെറ്റ് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് വരുന്നത് കേട്ടോ. നെറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിന്റെയാണ് സ്റ്റക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങള്. അപ്പൊ നമുക്കത് വായിക്കാം കേട്ടോ. എന്താണ് പ്രിഫിക്സ് എന്നുള്ളത് നമുക്ക് വായിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. A prefix means a word attached at the beginning of a word and generally describes location and intensity. Underline ചെയ്യാം കേട്ടോ. എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാല്? It means a word attached at the beginning of a word. നമ്മൾ ഒരു മെഡിക്കൽ വേർഡിന്റെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടേമിന്റെ അറ്റാച്ച് ചെയ്യുന്ന ബിഗിനിങ് വേർഡിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ പ്രിഫിക്സ് കൂടുതലും ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്: ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. ഇതിനൊക്കെയാണ് ലൊക്കേഷനും അതുപോലെ തന്നെ എന്തെങ്കിലും അവസ്ഥകളുടെ ഇന്റൻസിറ്റി, തീവ്രതയെയാണ് സാധാരണ നമ്മൾ പ്രിഫിക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബിഗിനിങ് വേർഡ് ആണ് കേട്ടോ. ദ വേർഡ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. നമ്മളൊരു ടേമിന്റെ, ഒരു വേർഡിന്റെ ബിഗിനിങ്ങിലായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു വാക്കിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. പ്രിഫിക്സ് സാധാരണയായിട്ട് ഒന്നുകിൽ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം. പ്രിഫിക്സസ് ആർ ഓഫൺ ഫൗണ്ട് ഇൻ ജനറൽ ലാംഗ്വേജ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓട്ടോ പൈലറ്റ്, സബ്മറൈൻ, ട്രൈസിക്കിൾ ആൻഡ് ഇൻ മെഡിക്കൽ ആസ് വെൽ ആസ് സയന്റിഫിക് ടെർമിനോളജി. നമ്മൾ ഈ പറയുന്ന പ്രിഫിക്സ് അത് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന പ്രിഫിക്സ് ജനറൽ ആയിട്ടുള്ള ലാംഗ്വേജുകളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിളുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ, ഓട്ടോ പൈലറ്റ്. അതിൽ ഓട്ടോ എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്, ഓട്ടോ പൈലറ്റ്. അതുപോലെ തന്നെ സബ്മറൈൻ, സബ്മറൈൻ, സബ്, സബ് എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ് അല്ല. മറൈൻ എന്ന് പറയുന്ന വാക്കിന്റെ ബിഗിനിങ്ങിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രിഫിക്സ് ആണ്. അതുപോലെ ട്രൈസൈക്കിൾ, ട്രൈസൈക്കിൾ, ട്രൈ, ട്രൈ എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് ആണ്. അതുപോലെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അല്ലെ ബൈസിക്കിൾ, ബൈസിക്കിൾ അല്ലെ, ബൈ, ബൈ, അതെന്താണ്? അതൊരു പ്രിഫിക്സ് ആണ്. ഇതൊക്കെ നമ്മൾ സാധാരണ എന്തിലും ഉപയോഗിക്കുന്നുണ്ട്? ജനറൽ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ മെഡിക്കൽ ലാംഗ്വേജിലും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ പ്രിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിൽ പ്രിഫിക്സ് ഉപയോഗിക്കുന്നതിന് കുറച്ച് എക്സാമ്പിളുകൾ അവിടെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. മെഡിക്കൽ വേർഡ്, ഒരു മെഡിക്കൽ വേർഡ് ആണ് വെന്റിലേഷൻ അല്ലെ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വായു പ്രവാഹം എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമ്മൾ പറയില്ല നല്ല വെന്റിലേഷൻ ഉള്ളതായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വേർഡ് ദാറ്റ് കണ്ടെയ്ൻസ് എ പ്രിഫിക്സ് ഹൈപ്പർ. അതിന്റെ കൂടെ നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് നമ്മൾ ആഡ് ചെയ്യാണ്ടിരിക്കട്ടെ. ദ മീനിങ് ഓഫ് ദ വേർഡ് ഈസ് ചേഞ്ച്ഡ്. ബ്രാക്കറ്റിൽ ഹൈപ്പർ വെന്റിലേഷൻ. അതായത് ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സിനെ നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാണ്. ഹൈപ്പർ എന്ന് പറയുന്നത് അവിടെ പ്രിഫിക്സ് ആണ് അല്ലെ. അപ്പൊ ശരിക്കും വെന്റിലേഷൻ അർത്ഥം എന്താണ്? വായു പ്രവാഹം എന്നുള്ള അർത്ഥമാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചല്ലോ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് വരുന്ന പുതിയൊരു വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ വെന്റിലേഷൻ എന്നാണ്. ഈ ഹൈപ്പർ വെന്റിലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വളരെ വേഗത്തിൽ എടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള മീനിങ് അല്ല വരുന്നത്. അത് അറ്റാച്ച് ചെയ്ത് നമ്മളൊരു പുതിയൊരു വേർഡിലേക്ക് മാറി ഹൈപ്പർ വെന്റിലേഷൻ എന്നൊരു വേർഡിലോട്ട് മാറുമ്പോൾ അതിന്റെ മീനിങ്ങിൽ ചേഞ്ച് വരുന്നുണ്ട്. മീനിങ് എന്തായി മാറി? നമ്മൾ പറയില്ലേ ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ വേഗത്തിൽ എടുക്കുന്ന ആ ഒരു ശ്വാസോച്ഛ്വാസത്തിനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് പറയാം ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. നമ്മൾ പറയുന്ന മറ്റൊരു പ്രിഫിക്സ് ആണ് പ്രീ. നമ്മളിപ്പോ പ്രീ ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മെഡിക്കൽ ടൈം അല്ല കേട്ടോ. പ്രീ ഡിഗ്രി, ഡിഗ്രിക്ക് മുമ്പേ ചെയ്യുന്നതാണ് അല്ലെ പ്രീ ഡിഗ്രി. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെ. പോസ്റ്റ് ഗ്രാജുവേഷൻ, ഗ്രാജുവേഷന് ശേഷം അല്ലെ. അവിടെ പ്രീ പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിഫിക്സുകളാണ് അല്ലെ, പ്രിഫിക്സ് ആണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? നോട്ട് ഓൾ മെഡിക്കൽ ടേംസ് ഹാവ് പ്രിഫിക്സസ് കേട്ടോ. എല്ലാ മെഡിക്കൽ ടേമിനും പ്രിഫിക്സ് ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല കേട്ടോ. എല്ലാ മെഡിക്കൽ ടേംസിനും ഉണ്ടാവണമെന്നില്ല, പ്രിഫിക്സ് ഉണ്ടാകണമെന്നില്ല. To learn to identify a few of the more commonly used medical prefixes,
you can make out the meanings of terms that may not be instantly familiar to. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന പ്രിഫിക്സുകളെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ മീനിങ്ങും കൂടെ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അതിന്റെ മീനിങ് കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ പ്രിഫിക്സിനെ എന്താണ് ക്ലിയർ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. Prefix എന്താണ്? It is the beginning word ആണ് കേട്ടോ. It is the word attached at the beginning of the medical term. നമ്മളൊരു ടേമിന്റെ ബിഗിനിങ്ങിലാണ് അറ്റാച്ച് ചെയ്യുന്ന വേർഡിനെ നമുക്ക് പ്രിഫിക്സ് എന്ന് പറയാം. പിന്നെ പ്രിഫിക്സിന് എക്സാമ്പിളുകളൊക്കെ ഇത് നിങ്ങൾ പലതരം നമ്മൾ പറയാം. ഹൈപ്പർ ടെൻഷൻ മെഡിക്കൽ ടേം ആണ് അല്ലെ. അതായത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെ. ഹൈപ്പർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രിഫിക്സ് ആണ്. അതുപോലെ ഹൈപ്പോ ടെൻഷൻ അതായത് കുറഞ്ഞ രക്തസമ്മർദ്ദം അല്ലെ, അത് കുറഞ്ഞ ബ്ലഡ് പ്രഷർ. ഹൈപ്പോ അവിടെ പ്രിഫിക്സ് ആണ്. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ അവിടെ പ്രിഫിക്സ് ആണ്. ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ എന്താണ്? ഇവിടെ പ്രിഫിക്സ് ആണ്. ഇതിന്റെ എല്ലാ മെഡിക്കൽ ടേംസിലും ഇതുണ്ടാകണമെന്നില്ല, പ്രിഫിക്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങള് ക്ലിയർ ആയോ? അപ്പൊ നമ്മളൊരു പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ്ങിൽ തന്നെ എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓരോന്നിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് വേണം പ്രിഫിക്സ് ക്ലിയർ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞ ആളാണ് സഫിക്സസ് അല്ലെ. സഫിക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Suffixes are used at the end of the word to alter the real meaning. Underline ചെയ്യാട്ടോ. നമ്മൾ ആ ഒരു വേർഡിന്റെ എൻഡിങ്ങിനായിട്ട് ആഡ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. സഫിക്സ് നമ്മൾ ശരിക്കും പറഞ്ഞാല് മൊത്തത്തിലുള്ള അതിന്റെ മീനിങ് തന്നെ ചേഞ്ച് വരുത്തുന്ന ഒന്നാണ് സഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻ മെഡിക്കൽ ടെർമിനോളജി നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ എന്താണ്? A suffix normally point out indicates a procedure, condition or disease or a part of speech. Underline ചെയ്യാട്ടോ. അതായത് സാധാരണ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ സഫിക്സ് ഉപയോഗിക്കുമ്പോൾ സഫിക്സ് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ പ്രൊസീജിയറുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വല്ല ശരീരത്തിന്റെ വല്ല കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബാധിച്ച ഏതെങ്കിലും ഒരു ഡിസീസ് ആയിരിക്കാം. അതൊന്നല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് സ്പീച്ച്. ഈ ഒരു പാർട്ട് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സഫിക്സ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ പ്രിഫിക്സ് സാധാരണ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ലൊക്കേഷൻ അല്ലെങ്കിൽ ഇന്റൻസിറ്റി ആണെന്ന് നമ്മൾ പറയുന്നത്. സഫിക്സ് പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊസീജിയറോ കണ്ടീഷനോ ഡിസീസോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് സ്പീച്ച്. അതൊരു പാർട്ട് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് commonly used suffix is itis എന്നാണ് കേട്ടോ. ഇറ്റ്സ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് തിരുത്തണം. ITIS കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ തിരുത്തണം കേട്ടോ. ഇറ്റ്സ് എന്നല്ല, ഐറ്റിസ് എന്നാണ് കേട്ടോ. ITIS കേട്ടോ. ഐറ്റിസ്. ഓക്കെ, നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് ITIS. എന്താണ് അതിന്റെ മീനിങ് നോക്കിയേ? വിച്ച് മീൻസ് ഇൻഫ്ലമേഷൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇൻഫ്ലമേഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, ഐറ്റിസ് എന്നത് ശരിക്കും ഒരു ഗ്രീക്ക് ഓർ ലാറ്റിൻ വേർഡ് ആണ്. അതെന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇംഗ്ലീഷ് മീനിങ് നമുക്കറിയാം. എന്താണ് ഇംഗ്ലീഷ് മീനിങ്? ഇൻഫ്ലമേഷൻ എന്നാണ് കേട്ടോ. ഇൻഫ്ലമേഷൻ പറഞ്ഞ എന്താണ്? വീക്കം എന്നൊക്കെയുള്ള അർത്ഥം. വീക്കം അതാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അതിനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ആണെങ്കിൽ തിരുത്തണം കേട്ടോ. ഇറ്റ്സ് എന്നല്ല, ITIS. ടി കഴിഞ്ഞിട്ട് ഒരു ഐയും കൂടെ നിങ്ങൾ അവിടെ എഴുതി ചേർക്കണം കേട്ടോ. ഇറ്റ്സ് എന്നല്ല, ITIS കേട്ടോ. അപ്പൊ നോക്കാം, when this suffix is paired with the prefix arthro. അപ്പൊ നമ്മള് ആർത്രോ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സിന്റെ കൂടെ നമ്മൾ ഈ ITIS എന്ന് പറയുന്ന സഫിക്സ് നമ്മൾ ആഡ് ചെയ്യാണെന്ന് ഇരിക്കട്ടെ. ആഡ് ചെയ്യുമ്പോൾ നോക്കുക കേട്ടോ. ആർത്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആർത്രൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആർത്രോന്റെ മീനിങ് എന്താണ്? വിച്ച് മീൻസ് ജോയിന്റ് എന്നാണ് അർത്ഥം കേട്ടോ. സന്ധി എന്നാണ് അർത്ഥം. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ITIS എന്ന് പറയുന്ന സഫിക്സ് നമ്മൾ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ആ വേർഡ് എന്തായി മാറി? ആർത്രൈറ്റിസ് എന്നായി മാറി. മനസ്സിലായല്ലോ? ആർത്രോ എന്നതിനോട് കൂടി ITIS എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പുതിയ വാക്ക് ക്രിയേറ്റ് ചെയ്തു, ആർത്രൈറ്റിസ് കേട്ടോ. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ്. നമ്മുടെ സന്ധികൾക്ക് ഉണ്ടാവുന്ന ആ ഒരു വീക്കം, അതിനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഐറ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ എന്നാണ്. ആർത്രോ എന്ന വാക്കിന്റെ അർത്ഥം ജോയിന്റ് എന്നാണ്. നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന
പുതിയൊരു വേർഡ് ഉണ്ടായിരുന്നു. അതിന്റെ മീനിങ് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു സഫിക്സ് ആണ് ഇപ്പൊ ആർത്രൈറ്റിസ് പോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹെപ്പറ്റൈറ്റിസ്? ലിവറിന് വരുന്ന കരൾ വീക്കത്തിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പാറ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ കൂടെയാണ് നമ്മൾ ITIS എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്ത് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ഓക്കെ, അതുപോലെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കുറെ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ലോജി. LOGY അല്ലെ? ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വീക്കം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ശരീരത്തില് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻഫെക്ഷനോട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞ ഇൻഫ്ലമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മൾക്ക് ഇൻഫ്ലമേഷൻ വെറുതെ ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കയറി പറ്റുമ്പോൾ അതിനെ പ്രതിരോധിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതിനകത്ത് നല്ലതിന് വീക്കം എന്നൊക്കെ നമ്മൾ പറയാം. ഹെപ്പറ്റൈറ്റിസ്, കരൾ വീക്കം, അതുപോലെ ആർത്രൈറ്റിസ്. ഓക്കെ, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ പറയുന്ന മറ്റൊരു സഫിക്സ് ആണ് ലോജി. LOGY. എന്താണ് LOGY? ലോജി എന്ന സഫിക്സിന്റെ മീനിങ് എന്താണെന്നറിയോ? സ്റ്റഡി ഓഫ്. നമ്മൾ പറയുന്നത് ബയോളജി, സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് അല്ലെ? ബയോളജി, സുവോളജി, അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജി, സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെ? സൈക്കോളജി. അതുപോലെ തന്നെ എന്താണ്? നെഫ്രോളജി അല്ലെ? അതുപോലെ കാർഡിയോളജി, പൾമനോളജി, ഗാസ്ട്രോഎൻട്രോളജി. ഇതൊക്കെ എന്താണ്? ലോജി എന്ന സഫിക്സിനാണ് അവസാനിക്കുന്നത്. ലോജി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ സയൻസ് ഓഫ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പോ നമ്മളിവിടെ ITIS എന്ന് പറയുന്ന സഫിക്സിനെ ആർത്രോ എന്ന് പറയുന്ന പ്രിഫിക്സിനോടുകൂടി ജോയിൻ ചെയ്ത് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന പുതിയൊരു വേർഡ് അവിടെ ക്രിയേറ്റ് ആകുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ് എന്നാണ്. ഓക്കെ, ഇനി നോക്കുക. Sometimes it is essential to alter the last letter or letters of the root word or prefix when a suffix is added to make the pronunciation easier. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ വേർഡ് എന്തായിരുന്നു? ആർത്രോ എന്നായിരുന്നു. ARTHRO. ഓയിലാണ് അവിടെ അവസാനിച്ചിരുന്നത് അല്ലെ? നമ്മള് അതിന്റെ കൂടെ ITIS എന്ന വാക്ക് സഫിക്സ് നമ്മൾ ചേർത്തപ്പോ ആർത്രൈറ്റിസ് എന്നായി മാറി. ഓ മാറിയിട്ട് അവിടെ എന്ത് കയറി വന്നു? ഐ കയറി വന്നു അല്ലെ? ഓയിന് നമ്മൾക്ക് അവിടെ മാറ്റേണ്ടതായിട്ട് വന്നു. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇങ്ങനെയുള്ള സഫിക്സുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് it is essential to alter the last letter or letters of the root word. ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് വേർഡിന് അല്ലെങ്കിൽ വേർഡ് അല്ല ലാസ്റ്റ് ലെറ്ററിന് നമുക്ക് ഒരു പക്ഷെ മാറ്റേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ടു മേക്ക് ദ പ്രൊനൗൺസിയേഷൻ ഈസിയർ. നമ്മുടെ പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടെ ഈസിയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അവസാനത്തെ ലെറ്റർ നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ട് വരും അല്ലെ? നമുക്ക് ആൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നിങ്ങൾ ഓ മാറ്റിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കേണ്ടി വരും? ആർട്രോയിറ്റീസ് എന്നൊക്കെ വായിക്കേണ്ടതായിട്ട് വരും. ആ ഓയുടെ ആ ഒരു പ്രൊനൗൺസിയേഷൻ കൂടെ അവിടെ കയറി വരുമ്പോൾ കേൾക്കാൻ വേണ്ടി സുഖമില്ല അല്ലെ? അതേസമയം നമ്മൾ ഓ മാറ്റി കഴിഞ്ഞാൽ ആർട്രൈറ്റീസ് എന്ന് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അല്ലെങ്കിൽ എന്താണ് ആർട്രോയിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൊനൗൺസ് ചെയ്തതായിട്ട് വന്നേനെ. ഇപ്പൊ അവിടെ ഓയിന് നമ്മളൊന്ന് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർട്രൈറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ ടു മേക്ക് ദ പ്രൊനൗൺസിയേഷൻ ഈസിയർ, കുറച്ചുകൂടി നമുക്ക് പ്രൊനൗൺസിയേഷൻ അവിടെ ഈസിയർ ആയി അല്ലെ? അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ലാസ്റ്റത്തെ ലെറ്റർ എന്ത് ചെയ്യാറുണ്ട്? ആൾട്ടർ ചെയ്യാറുണ്ട്, മാറ്റാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലെറ്റർ നമ്മൾ അവിടെ ആഡ് ചെയ്യാറുണ്ട്. ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഓയിൽ എടുത്ത് അവിടെ മാറ്റാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് പറഞ്ഞത്? സഫിക്സ് ഓക്കെ ആണോ? പ്രിഫിക്സും സഫിക്സും ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് റൂട്ട് വേർഡ് ആണ് കേട്ടോ. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചീഫ് പാർട്ട് or stem of a word, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ, അങ്ങനെയൊക്കെ മൂന്ന് രീതിയിൽ പറയാം കേട്ടോ. ചീഫ് പാർട്ട് ഓഫ് എ വേർഡ്, അല്ലെങ്കിൽ സ്റ്റെം ഓഫ് എ വേർഡ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ വേർഡ് ഈസ് നോൺ ആസ് എ റൂട്ട് വേർഡ്. അതിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. A root word carries the essential meaning of the word and frequently calls out a body part. സാധാരണ ഇതൊരു ചീഫ് പാർട്ട് ആണല്ലോ, ഫണ്ടമെന്റൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ അതിന് പ്രധാനപ്പെട്ട ആ ഒരു ഒന്നുകിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ആയിരിക്കാം,
അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി ഓർഗനെ ആയിരിക്കും നമ്മൾ റൂട്ട് വേർഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇതൊരു മെയിൻ ഭാഗമാണല്ലോ, ചീഫ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി ഓർഗനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്ടിനെ ആയിരിക്കാം അത് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വവ്വൽ കമ്പൈൻ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത് കേട്ടോ. നോക്കുക, with a combining form, the root word and a combining vowel like the I, E, O or A may be blended with the another root word, a prefix or a suffix to describe a particular structure or condition. ഇവിടെയാണ് പ്രത്യേക ഹെഡിങ് പറഞ്ഞിട്ടില്ല, ഇതിലൂടെ പറഞ്ഞു പോകുന്ന സംഭവം കമ്പൈനിങ് എ വവ്വൽ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ വവ്വല് കമ്പൈൻ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വവ്വൽസ് കമ്പൈൻ ചെയ്യുന്നത്? ഈ പറയുന്ന റൂട്ട് വേർഡിനെ ചിലപ്പോൾ മറ്റേതെങ്കിലും റൂട്ട് വേർഡുകളായിട്ട് കണക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു റൂട്ട് വേർഡിന് പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ, അതിന് പ്രിഫിക്സ് ആയിട്ട് വരില്ല കേട്ടോ, പ്രിഫിക്സ് ആയിട്ട് വരില്ല. ഒന്നുകിൽ ഒരു റൂട്ട് വേർഡിന് മറ്റൊരു റൂട്ട് വേർഡുമായിട്ടോ, അല്ലെങ്കിൽ ഒരു റൂട്ട് വേർഡിനെ അതിനെ തുടർന്ന് വരുന്ന സഫിക്സ് ആയിട്ടോ, സഫിക്സ് എൻഡിങ് പാർട്ട് ആണല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വവ്വല് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ, എ, ഇ, ഐ, ഒ, യു അങ്ങനെ 5 വവ്വൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ യൂഷ്വലുള്ളത്. അപ്പൊ കൂടുതലും ഒരു 99% നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓ എന്ന വവ്വലാണ് സാധാരണയായിട്ട് അതിന്റെ കൂടെ കമ്പൈൻ ചെയ്യാറുണ്ട് കേട്ടോ. അപൂർവമായിട്ടെങ്കിലും ഐ, എ അങ്ങനെയുള്ള വവ്വൽസ് കമ്പൈൻ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യുന്നത്? ഒരു റൂട്ട് വേർഡിനെ മറ്റൊരു റൂട്ട് വേർഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനോ, അതിനൊരു റൂട്ട് വേർഡിനെ സഫിക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വവ്വലിനെ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. A regularly used term in EMS is CPR. EMS എന്ന് വെച്ചാൽ എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസ് ആണ്. അതായത് ലൈക്ക് ആംബുലൻസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് നമ്മുടെ ആംബുലൻസ് സേവനം, ആംബുലൻസ് സർവീസ് കേട്ടോ. അപ്പോ നമ്മള് ഈ പറയുന്ന EMS-ലൊക്കെ എമർജൻസി ആയിട്ട് കൊടുക്കുന്ന മെഡിക്കൽ സേവനങ്ങളിലുള്ള ഒരു പ്രൊസീജിയർ ആണ് CPR എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, CPR കൊടുക്കുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ CPR എന്താണ് ഉദ്ദേശിക്കുന്നത്? CPR-ന്റെ ഫുൾ ഫോം എന്താണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. CPR-ന്റെ ഫുൾ ഫോം എന്താണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് കേട്ടോ. അതായത് നമ്മൾ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ CPR എന്നാണ് പറയാ അല്ലെ. കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് ആ ഒരു വാക്ക് കേട്ടോ. നമ്മൾ ആ ഒരു വാക്കിനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാണ് കേട്ടോ. When we break it down, cardio is a root word. അവിടെ കാർഡിയോ എന്ന് പറയുന്നത് ഒരു റൂട്ട് വേർഡ് ആണ്, അതൊരു റൂട്ട് വേർഡ് ആണ്. അത് മീൻ ചെയ്യുന്നത് ഹാർട്ട് എന്നാണ് അല്ലെ. നമുക്കറിയാലോ ഇതൊരു ചീഫ് പാർട്ട് ആണ്. അല്ലെങ്കിൽ എന്താണ് ആറിന്റെ സ്പെല്ലിങ്? റീസസിറ്റേഷൻ ട്ടോ. റീസസിറ്റേഷൻ, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ ട്ടോ. RESUSTITATA ട്ടോ, റീസസിറ്റേഷൻ. ഓക്കെ, അപ്പൊ അവിടെ കാർഡിയോ എന്ന് പറയുന്നത് അതൊരു എന്താണ് റൂട്ട് വേർഡ് ആണ്. അത് മീൻ ചെയ്യുന്നത് ഹാർട്ട് എന്ന് പറയുന്ന ബോഡി ഓർഗനെയാണ് അല്ലെ. ഇനി പൾമണറി, പൾമണറി എന്ന് പറയുന്നത് മറ്റൊരു റൂട്ട് വേർഡ് ആണ്. ആ റൂട്ട് വേർഡ് എന്താ ഉദ്ദേശിക്കുന്നത്? പൾമണോളജി നമ്മൾ പഠിച്ചില്ലേ, ലങ്സ് ആണ് അല്ലെ, ശ്വാസകോശത്തിനെയാണ് റെപ്രസെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ചീഫ് പാർട്ട് ആണ്, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനെയോ ബോഡി ഓർഗനെയോ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോ ഈ കാർഡിയോ എന്ന് പറയുന്നതിൽ റൂട്ട് വേർഡും പൾമണറി എന്ന് പറയുന്ന റൂട്ട് വേർഡിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന വവ്വൽ ഏതാണ്? ഓ എന്ന വവ്വലാണ് നമ്മൾ അവിടെ കമ്പൈൻ ചെയ്തത് കേട്ടോ. കാർഡിയോ പൾമണറി. അപ്പൊ ഓ എന്ന വവ്വലല്ലേ നമ്മൾ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് റൂട്ട് വേർഡുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓ എന്ന് പറയുന്ന വവ്വൽ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നോക്കാം. By executing CPR, we introduce air into the lungs and circulate the blood by pressing the heart to revive the patient. Some root words may also be used as prefixes or suffixes. നമ്മളൊരു CPR കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ഈ പറഞ്ഞ എയർ അല്ലെ, എയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് എങ്ങനെയാണ്? ബൈ പ്രസിംഗ് ദ ഹാർട്ട്. ഹാർട്ടിന് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കൃത്രിമ വായു ശ്വാസകോശത്തിനകത്തേക്ക് കൊടുക്കുകയാണ് അല്ലെ. കാരണം എന്താണ്? ആ ഒരു പേഷ്യന്റിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, ചെയ്തു കേട്ടോ. കോമൺ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചീഫ് പാർട്ട് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് ആണ്. പൊതുവെ നമ്മളൊരു
വവ്വലുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നുകിൽ ഒരു റൂട്ട് വേർഡിനെ മറ്റൊരു റൂട്ട് വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സഫിക്സ് ആയിട്ടോ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വവ്വലുകളായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ഏതാണ്? കാർഡിയോ പൾമണറി, CPR തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എപ്പോഴും ഒരു റൂട്ട് വേർഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബോഡി പാർട്ടിനെയോ അല്ലെങ്കിൽ ഒരു ബോഡി ഓർഗനെയോ ആണ്. കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രിഫിക്സും സഫിക്സും കോമൺ റൂട്ടുകളും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിലൂടെ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 4 കമ്പോണന്റുകൾ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, റൂട്ട് വേർഡ് എന്താണ്? ഓക്കെ, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ചാപ്റ്ററിലോട്ട് കടക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു വിഭാഗം കൂടെ പഠിക്കാനുണ്ട്. അതാണ് എന്ത്? അബ്രീവിയേഷൻസ് കേട്ടോ. അബ്രീവിയേഷൻസ് പറഞ്ഞാൽ എന്താണ്? ചുരുക്കെഴുത്തുകളാണ്. എന്താണ്? ചുരുക്കെഴുത്തുകളാണ്. അതിനെയാണ് നമ്മൾ അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അബ്രീവിയേഷൻസ് ആർ വേർഡ്സ് which are used to, അത് നമ്മളിവിടെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്താണ് അബ്രീവിയേഷൻ ഉള്ളത്? അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അബ്രീവിയേഷൻസ് ആർ വേർഡ്സ് which are used to shorten notes or documentation. വലിയ വലിയ നോട്ടുകള് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻസ് അതിനെയെല്ലാം തന്നെ ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളാണ് അബ്രീവിയേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്ന് നമ്മൾ ചുരുക്കി പറയുന്നതാണ് എന്ത്? CPR എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ വലിയൊരു വാക്കിന് പ്രത്യേകിച്ച് നമുക്കറിയാം മെഡിക്കൽ ടെർമിനോളജിക്ക് എല്ലാം പറ്റി എഴുതാനൊന്നും പറ്റില്ല അല്ലെ. നമ്മൾ പരമാവധി അതിനെ ചുരുക്കണം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ ഡോക്യുമെന്റേഷൻസ് നോട്ടുകളൊക്കെ ഷോർട്ടൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളാണ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അബ്രീവിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. When using abbreviations in patient care reports, you had better use only standard accepted abbreviations to avoid confusion and errors. അതുപോലെ നമ്മൾ ഈ പറയുന്ന പേഷ്യന്റ് കെയർ റിപ്പോർട്ടുകളുടെ അബ്രീവിയേഷൻസുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതിന് വേണ്ടിയിട്ടാണ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് എറേഴ്സ്. കൺഫ്യൂഷനും എററുകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോഴും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസുകൾ വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ സ്ഥലത്ത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു അബ്രീവിയേഷൻ ഇട്ടു, അതിന്റെ സ്റ്റാൻഡേർഡ് അബ്രീവിയേഷൻ ആവുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻ ഗ്ലോബലി എന്തായിരിക്കണം? ആക്സെപ്റ്റഡ് ആയിരിക്കണം. എവിടെ പോയി കഴിഞ്ഞാലും ആ അബ്രീവിയേഷൻ എന്താണ് എല്ലാവർക്കും മനസ്സിലാകണം അല്ലെ. ആ രീതിയിലുള്ള ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കണം ടു അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് എറേഴ്സ്. ഓക്കെ, ഇനി എന്താണ്? ദിസ് ലിസ്റ്റ് ഈസ് meant to help decipher documents written by other health care professionals. അപ്പൊ മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽകൾക്കും അവരെഴുതിയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന അബ്രീവിയേഷൻസുകൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? Before using any abbreviations in reports, it is essential to be familiar with the approved use of abbreviations in your local jurisdiction or service area. Okay, അപ്പൊ എപ്പോഴും നമ്മൾ അബ്രീവിയേഷൻസുകളൊക്കെ റിപ്പോർട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അപ്രൂവ്ഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് നമ്മുടെ ലോക്കൽ ജൂറിസ്ഡിക്ഷനില് നമ്മുടെ പ്രാദേശികമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസുകൾ ഏതൊക്കെയാണ് നമ്മൾ എപ്പോഴും ഫെമിലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഒരു 326ഓളം അബ്രീവിയേഷൻസുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ ടെർമിനോളജിനെ പറ്റിയിട്ട് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഓരോന്നും പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ്. ഇത് വളരെ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷകളിൽ നിന്നുമാണ് കേട്ടോ. അതുപോലെ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതിന് പ്രധാനമായിട്ടും നമുക്ക് 4 കമ്പോണന്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് പ്രിഫിക്സ്, ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ വേർഡ്, ദാറ്റ് ഈസ് കോൾഡ് പ്രിഫിക്സ് എന്ന് നമ്മൾ പറയുന്നു കേട്ടോ. പ്രിഫിക്സ് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ലൊക്കേഷൻ ഒരു ഇന്റൻസിറ്റിനെയാണ്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഏതെങ്കിലും ലൊക്കേഷൻ ആയിരിക്കാം,
അല്ലെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു അവസ്ഥയുടെ തീവ്രതയെ പറ്റിയിട്ടായിരിക്കാം അത് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സഫിക്സ് എന്ന് പറഞ്ഞാൽ എൻഡിങ് പാർട്ട് ഓഫ് ദ വേർഡിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് സഫിക്സ് സാധാരണ റിപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡിസീസ് ആവാം, അതിനെയാണ് സഫിക്സ് സൂചിപ്പിക്കുന്നത്. കോമൺ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ചീഫ് പാർട്ട്, ഫണ്ടമെന്റൽ പാർട്ട് ഓർ എസെൻഷ്യൽ പാർട്ട് അല്ലെങ്കിൽ സ്റ്റെം ഓഫ് എ വേർഡ് എന്ന് അറിയപ്പെടുന്നതാണ് റൂട്ട് വേർഡ് കേട്ടോ. പൊതുവെ നമ്മൾ റൂട്ട് വേർഡിന്റെ കൂടെ വിഭാഗം വരെ നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ട്. ഒന്നുകിൽ ഒരു റൂട്ട് വേർഡിനെ മറ്റൊരു റൂട്ട് വേർഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു റൂട്ട് വേർഡിനെ സഫിക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബമ്പർ കമ്പൈൻ ചെയ്യുന്നത്. 99% നമുക്ക് ഓ എന്ന ബമ്പർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു വിഭാഗമാണ് അബ്രീവിയേഷൻസ്. വലിയ വലിയ ഡോക്യുമെന്റേഷൻസുകൾ നോട്ട്സുകളൊക്കെ ഷോർട്ടൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഏഷ്യൻ കെയർ റിപ്പോർട്ടുകൾ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത് പ്രിഫിക്സും സഫിക്സും കോമൺ റൂട്ട് വേർഡും അബ്രീവിയേഷൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചൊക്കെ നോക്കി എല്ലാവരും? ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഓരോന്നും പഠിക്കാം കേട്ടോ. പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡും നമുക്ക് മനസ്സിലാക്കാം. ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് എല്ലാവരും നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന പോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയാം. നമ്പറുകൾ പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതുകൊണ്ടാണ് കയ്യിൽ പിടിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് അത് വേറൊന്നും അതിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് തരാനില്ല. പ്രിഫിക്സുകള് അതിന്റെ മീനിങ്ങുകൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു പോകും. കുറെ പ്രിഫിക്സുകളൊക്കെ കുറെയൊക്കെ നമുക്ക് പരിചയമുള്ള കുറെ പ്രിഫിക്സുകൾ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ പ്രിഫിക്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് പ്രിഫിക്സ് നോക്കാം കേട്ടോ. ആദ്യം വായിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ പ്രിഫിക്സ് ആണ് എ. എ ഹൈഫൺ ഞാൻ പറഞ്ഞല്ലോ, പ്രിഫിക്സ് ബിഗിനിങ് പാർട്ടാണ് അല്ലെ. അതിനെ തുടർന്ന് ബാക്കിയുള്ള ആളുകൾ അതിനെ ഫോളോ ചെയ്ത് ബാക്കിയുള്ള ടേംസുകൾ വരാനുണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹൈഫൺ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ എ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ നോക്കി. എ എന്ന് പറയുന്ന പ്രിഫിക്സ് അവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ്? വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അതായത് ഇല്ലാതെ, ആവശ്യത്തിന് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എ ബി ഹൈഫൺ ബിയോണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബിയോണ്ട് അഥവാ എവേ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എ ബി. ഓക്കെ, അടുത്തത് നമ്മൾ പറയില്ലേ അബ്നോർമൽ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു വാക്കാണ്. ഒരു മെഡിക്കൽ അബ്നോർമൽ എന്ന് പറയില്ലേ. അബ്നോർമൽ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ അല്ലാത്തത്, നോർമലിന് അപ്പുറത്തേക്കുള്ളത് എന്ന് വെച്ചാൽ അബ്നോർമൽ ആയിട്ടുള്ള. അബ്നോർമൽ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രിഫിക്സ് ആണ്. അതായത് നോർമൽ അല്ലാത്തത്, നോർമലിന്റെ ബിയോണ്ട് ആയിട്ടുള്ളത്, നോർമൽ എവേ ആയിട്ടുള്ളത് അർത്ഥമാണ് അല്ലെ. അബ്നോർമൽ അല്ലെ. അപ്പൊ എ ബി എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്? ബിയോണ്ട് എന്നാണ് കേട്ടോ. ബിയോണ്ട്. അടുത്തതാണ് അബ്ഡോമൻ. എന്താണ്? അബ്ഡോമൻ ആണ് കേട്ടോ. അബ്ഡോമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്ഡോമൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ വേർഡ് ആണ്. അത് നമുക്ക് അത്ര പരിചയമില്ല. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് നമുക്കറിയാം എന്താണ്? സ്റ്റൊമക്ക്. നമ്മളത് പറയില്ല അബ്ഡോമിനൽ പെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൊമക് പെയിൻ അല്ലെ. സ്റ്റൊമക്ക് അല്ലെ, ആമാശയം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് എക്രോ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ശരിക്കും ബ്രാക്കറ്റ് അല്ല വരുന്നത്, ഒരു സ്ലാഷ് ആണ് കേട്ടോ. സ്ലാഷ്. ഈ ഓ എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വവ്വലാണ് കേട്ടോ. നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വവ്വൽ ഉണ്ടല്ലോ, അതാണ് എന്ത്? ഓ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓ എന്ന വവ്വലാണ് അവിടെ ആഡ് ചെയ്യുന്നത്. കുറച്ചും കൂടെ നമുക്ക് എന്താണ്
ഓ അവനായിട്ടല്ല, നമ്മള് പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തത് ഈ ഒരു ലെറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ സ്ലാഷ് ഇട്ടിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത് അക്രോ. എക്രോ, എക്രോ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, എന്തെങ്കിലും തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് നമ്മൾ എക്രോ എന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അക്രോമെഗാലി എന്നൊക്കെ പറയും കേട്ടോ. അക്രോമെഗാലി, അക്രോമെഗാലി എന്ന് പറയുമ്പോൾ അതിന് മലയാളം എന്താണ്? ഭീമാകാരത്വം എന്നൊക്കെ നമ്മൾ പറയും. ഭീമാകാരത്വം, അതായത് നമ്മൾ ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, ഒരു വളർച്ചാ ഹോർമോൺ ഉണ്ട്. അതിന്റെ അളവ് ഭയങ്കരമായിട്ടൊക്കെ വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ ശരീരം ഭയങ്കരമായിട്ട് വലിപ്പം വെക്കും. അക്രോമെഗാലി എന്ന് പറയുമ്പോൾ സാധാരണത്തെക്കാളും അതിതീവ്രമായിട്ട് നമ്മുടെ ശരീരം വലിപ്പം വെക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അതിന് ഭീമാകാരത്വം എന്നൊക്കെ നമ്മൾ പറയും. അതാണ് അക്രോമെഗാലി. അപ്പൊ എക്രോ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, ഒരു തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അടുത്തതാണ് എ ഡി. എ ഡി എന്താണ്? എ ഡി മീനിങ് എന്താണ്? ടു അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കേട്ടോ. എ ഡി മീനിങ് എന്താണ്? ടു അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ്. നെക്സ്റ്റ് വരുന്നത് അഡിനോ. അഡിനോ, ഓ എന്ന ലെറ്റർ ആണ് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അഡിനോ, അഡിനോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റെഫറിങ് ടു എ ഗ്ലാൻഡ്, ഒരു ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഡിനോയിഡ് ഗ്ലാൻഡ്, അഡിനോയിഡ് ഗ്ലാൻഡ്. നമ്മുടെ ഈ മൂക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഈ മൂക്കിന്റെ പുറകിലായിട്ട് നമ്മുടെ ആ ഒരു മൗത്തിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അഡിനോയിഡ് ഗ്ലാൻഡ് സാധാരണ രീതിയിൽ അത് ചെറിയ കുട്ടികളിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങനെ പ്രായപൂർത്തിയാവുന്നതിനനുസരിച്ച് ആ ഗ്ലാൻഡ് ഇങ്ങനെ ചുരുങ്ങാനായിട്ട് തുടങ്ങും. ഓക്കെ, ചില കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക. അല്ലെങ്കിൽ ചില കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മള് ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കാം അല്ലെ, അതുപോലെ വായു തുറന്ന് വെച്ച് ഉറങ്ങുന്നതൊക്കെ കണ്ടില്ല. അപ്പൊ ഡോക്ടേഴ്സ് പറയും അഡിനോയിഡ് ഗ്ലാൻഡ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും അല്ലെ. അഡിനോയിഡ് ഗ്ലാൻഡ്, അതായത് ആ ഒരു ഗ്ലാൻഡ് ഇങ്ങനെ വലിപ്പം വെക്കുമ്പോഴൊക്കെയാണ് അവർക്ക് ഈ ഒരു ബ്ലോക്ക് പോലെ അനുഭവപ്പെടും മൂക്കില്. അപ്പൊ അവർക്ക് മൂക്കിൽ കൂടെ ശ്വസിക്കാൻ പറ്റില്ല, അവർക്ക് വായിലൂടെ ശ്വസിക്കാം. അതുപോലെ ഈ അഡിനോയിഡ് ഗ്ലാൻഡ് ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ അത് വീക്കം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ കുട്ടികളെ സംബന്ധിച്ചുള്ള മോണയൊക്കെ ഇങ്ങനെ പൊന്താനായിട്ട് തുടങ്ങും. ഓക്കെ, ഇപ്പൊ ഡോക്ടേഴ്സ് പൊതുവെ പറയാറുണ്ട് അവിടെ ഒന്ന് ചെക്ക് ചെയ്യണം, അഡിനോയിഡ് ഗ്ലാൻഡ് ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അഡിനോ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫറിങ് ടു എ ഗ്ലാൻഡ്, ഒരു ഗ്ലാൻഡിനെയാണ് അതവിടെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ്, അതുകൊണ്ടാണ് കുറുക്കം വലിക്കുന്നത്. അതായത് അഡിനോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ ബ്ലോക്ക് വരും, ഇങ്ങനെ എപ്പോഴും അടങ്ങിയിരിക്കാം, ജലദോഷം വരും, മൂക്ക് ബ്ലോക്ക് ഒക്കെ വരില്ലേ, ഈ കുത്തം വരെ ഓരോ ഇഷ്യൂസ് ഒക്കെ കുഞ്ഞു കുട്ടികളിൽ വരും. മനസ്സിലായി? അപ്പൊ അതിന് ഡോക്ടർ അങ്ങനെ പറയാറുണ്ട്. പിന്നെ വരുന്നതാണ് അടുത്ത പ്രിഫിക്സ് ആണ് എ എൻ. ഓക്കെ, എ എൻ എന്ന് പറയുന്നത് എന്താണ്? വിത്തൗട്ട് അഥവാ ഫോർ വാണ്ട് ഓഫ് കേട്ടോ. എന്താണ്? വിത്തൗട്ട് ഓർ ഫോർ വാണ്ട് ഓഫ്. നമ്മൾ എ പറഞ്ഞില്ലേ, വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്, അതേ മീനിങ് തന്നെയാണ് എ എന്നിന് വരുന്നത് കേട്ടോ. വിത്തൗട്ട് അഥവാ ഫോർ വാണ്ട് ഓഫ്. ഓക്കെ, അടുത്തത് എ എൻ എ. എ എൻ എ എന്താണ്? അപ്പ്, ബാക്ക്, വൺ മോർ ടൈം എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. എന്തൊക്കെയാണ്? അപ്പ്, ബാക്ക്, വൺ മോർ ടൈം എന്നുള്ള മീനിങ് ആണ്. അടുത്തതാണ് ആൻജിയോ. എന്താണ്? ആൻജിയോ. ആൻജിയോ എന്ന് പറഞ്ഞാൽ വെസൽ. നമ്മൾ പൊതുവെ പറയാറില്ലേ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അല്ലെ. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ബ്ലഡ് വെസലിന്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടോന്നാണ് ചെക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്നിട്ട് ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതേയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യും അല്ലെ. നമ്മുടെ ബ്ലഡ് വെസലിലൂടെ ഒരു സ്റ്റണ്ട് കയറ്റി വിടുകയാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ആ ബ്ലോക്കിനെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ. ആൻജിയോ എന്ന് പറയുന്ന വെസലാണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് വെസൽ ഓർത്താൽ മതി. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, വെസലിലാണ്, നമ്മുടെ ബ്ലഡ് വെസലിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ് ആന്റി. ANTE, ആന്റി. ആന്റി മീൻസ് എന്താണ്? പ്രയർ ടു, ഫോർവേഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. പ്രയർ ടു എന്ന് വെച്ചാൽ മുൻപ്, മുൻപേ എന്നൊക്കെയുള്ള ആന്റി പാർട്ടം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ആന്റി പാർട്ടം അതായത് ബിഫോർ ബർത്ത് അല്ലെ. നമ്മൾ പോസ്റ്റ് പാർട്ടം എന്നൊക്കെ പറയുന്ന പോലൊരു സംഭവമാണ് ആന്റി പാർട്ടം. ബിഫോർ ബർത്ത്, ജനിക്കുന്നതിന് മുൻപായിട്ടുള്ള കാര്യങ്ങൾ. പ്രയർ ടു, പ്രയർ മീൻസ് ബിഫോർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതുപോലെ അടുത്തതാണ് ആന്റി. ANTI, ആന്റി, ആന്റിജൻ, ആന്റിബയോട്ടിക് എന്നൊക്കെ നമ്മൾ ആന്റി നാച്ചുറൽ കെയർ, അതെ ആന്റി നാച്ചുറൽ കെയർ. അവേഴ്സ് ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ.
അവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വിമുഖത എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. നമ്മൾ പറയില്ല ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവേഴ്സ് ടു, ഫോർവേഡ്, ആന്റിബോഡീസ് എന്നൊക്കെ പറയുന്നത്. ആന്റി എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് ആണ് കേട്ടോ. അടുത്തതാണ് ആർട്ടീരിയോ. ഓ എന്ന ലെറ്ററാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആർട്ടീരിയോ എന്നൊക്കെ പറയുന്നത് എന്താണ്? ആർട്ടറി ആണ് കേട്ടോ. ആർട്ടറി നിങ്ങൾ ഡയാലിസിസ് പഠിച്ചില്ലേ? ഡയാലിസിസിലെ AV ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചില്ലേ? AV ആർട്ടീരിയോ, ആർട്ടീരിയോ വീനസ്, ആർട്ടീരിയോ വീനസ് എന്താണ്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡയാലിസിസ് പഠിച്ചില്ലേ? അപ്പൊ ആർട്ടീരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടറി ആണ് കേട്ടോ. ആർട്ടറി എന്താണ്? ധമനിയാണ് കേട്ടോ. ധമനിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ധമനി, നമ്മുടെ ശുദ്ധരക്തം ഉണ്ടല്ലോ, പ്യുവർ ബ്ലഡിനെ വഹിക്കുന്ന ബ്ലഡ് വെസൽ ആണ് ആർട്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഇംപ്യുവർ ബ്ലഡ് വഹിക്കുന്ന ബ്ലഡ് വെസൽ ആണ് വെയിൻ അഥവാ സിര എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ആർട്ടറി ക്ലിയർ. അടുത്തത് നമ്മൾ പഠിച്ചതാണ് ആർത്രോ എന്നാണ് കേട്ടോ. ആർത്തോ അല്ല, ആർത്രോ എന്നാണ്. ഒരാൾ അവിടെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞില്ല, അതെന്ത് കറക്റ്റ് ആണ് കേട്ടോ. ആർത്രോ pertaining to a joint അല്ലെ, സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ട് മുമ്പ് പഠിച്ചതാണ്. ആർത്രൈറ്റിസ്, ആർത്രോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ്? pertaining to a joint. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ഓട്ടോ അല്ലെ. ഓട്ടോ എന്ന് പറയുമ്പോൾ വൺ സെൽഫ്, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് നമ്മൾ പറയില്ലേ, അതായത് സ്വയം പ്രതിരോധ ശേഷി അല്ലെ. ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം, വൺ സെൽഫ്. അടുത്തത് ബൈ എല്ലാവർക്കും അറിയാലോ, ബൈസിക്കിൾ അല്ലെ. ബൈ എന്ന് പറയുന്നത് ടു എന്നുള്ള അർത്ഥമാണ് അല്ലെ, ടു. ഓക്കെ, അതുപോലെ തന്നെ ബയോ മീൻസ് എന്താണ്? ബിലോങ്ങിങ് ടു ലൈഫ്, ബയോളജി അല്ലെ. പറയുന്ന ഒരു വാക്കില് ബയോളജി, ബിലോങ്ങിങ് ടു ലൈഫ് അല്ലെ. പിന്നെ അടുത്തതാണ് ബ്ലാസ്റ്റോ. എന്താണ്? ബ്ലാസ്റ്റോ കേട്ടോ. ബ്ലാസ്റ്റോ ഓ എന്ന ലെറ്റർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ മീനിങ് നോക്കിയേ? ജേം ഓർ സെൽ എന്നുള്ള അർത്ഥമാണ്. രണ്ട് മീനിങ് ഉണ്ട്. ഒന്നുകിൽ ജേം, കീടാണു, കീടം എന്നൊക്കെ നമ്മൾ അതുപോലെ ജേം, അല്ലെങ്കിൽ സെല്ല്. സെൽ എന്താ? കോശം എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഒന്നുകിൽ ജേംസ്, അണുക്കള്, അല്ലെങ്കിൽ കോശം. രണ്ട് മീനിങ് ഉണ്ട് കേട്ടോ. ബ്ലാസ്റ്റോ. ഓക്കെ, അടുത്തതാണ് ബ്ലിഫാറോ. ഓ എന്ന ലെറ്റർ ആണ്. ബ്ലിഫാറോ എന്താണെന്ന് അറിയോ? ബിലോങ്ങിങ് ടു എൻ ഐലിഡ്, നമ്മുടെ കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് സർജറിയിലൊക്കെ ചെയ്യുന്നത്, കോസ്മെറ്റിക് സർജറിയിൽ ചെയ്യുന്നതാണ് ബ്ലിഫാറോപ്ലാസ്റ്റി എന്ന് പറയും. ബ്ലിഫാറോപ്ലാസ്റ്റി അതായത് നമ്മുടെ കൺപോളകൾ ഉയർത്തുക. കൺപോളകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കണ പോലെ കൺപോളകൾ ഉയർത്തുക. അതിനെ നമ്മൾ എന്താ പറയാ? ബ്ലിഫാറോപ്ലാസ്റ്റി എന്നാണ് പറയാ കേട്ടോ. ബ്ലിഫാറോപ്ലാസ്റ്റി ബിലോങ്ങിങ് ടു ഐലിഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങള് നോട്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഞാനൊന്ന് പറയാം. അത് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നമ്പറുകൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്പർ ഞാൻ ഒരു 2-3 പ്രാവശ്യം ഞാൻ പറയും ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടാത്തവര് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് തരാൻ പറയും. കാര്യം നമ്പേഴ്സ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പേജിനകത്ത് 1 തൊട്ട് 18 വരെയുള്ള പ്രിഫിക്സ് ആണ് പറഞ്ഞത്. അതിന് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 1, 3 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 3 മാർക്ക് ചെയ്യാം. അബ്ഡോമൻ, സ്റ്റൊമക്ക് എന്ന മീനിങ് വരുന്ന അബ്ഡോമൻ 3 മാർക്ക് ചെയ്യാം. 9 മാർക്ക് ചെയ്യാം കേട്ടോ. 9 മാർക്ക് ചെയ്തോളൂ. ആൻജിയോ ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇതായിട്ടൊന്ന് പഠിക്കണം, നമുക്ക് അറിയാവുന്നതാണ്. ആൻജിയോ വെസൽ എന്നുള്ള മീനിങ് കേട്ടോ. 9. അടുത്തത് 13, 13 മാർക്ക് ചെയ്തോളൂ. 13. അടുത്തത് 14 മാർക്ക് ചെയ്യാം കേട്ടോ. 14. നെക്സ്റ്റ് 17, 17. 18, 18. ഓക്കെ, അത്രയും അവിടെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെയാണ് 3, 9, 13, 14, 17, 18. ഇത്രയും നമ്പേഴ്സ് മാർക്ക് ചെയ്യുക കേട്ടോ. അത് മറ്റുള്ളത് പഠിക്കണ്ട എന്നല്ല പറഞ്ഞത്, മറ്റുള്ളത് വായിക്കണം കേട്ടോ. നമ്മള് മാർക്ക് ചെയ്ത് തരുന്നത് നിർബന്ധമായിട്ട് പഠിച്ചു തന്നെ പോകണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ മെഡിക്കൽ ടെർമിനോളജി ഷെയർ ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ മിസ്സും കൂടെ ഷെയർ ചെയ്യും കേട്ടോ. കുറച്ച് ഭാഗം ഞാനും കുറച്ച് ഭാഗം മിസ്സും കൂടെ ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ.
അപ്പൊ എങ്ങനെയാണ് ഇതിന് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാം. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് നോക്കാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.